ഇന്ന് സി പി ഐയുടെ ഇത്ര എതിർപ്പ് വരുന്ന സമയത്ത് CPIയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് CPIM ഈ നിലപാട് സ്വീകരിക്കുന്നത്. നമുക്കറിയാം, ഈ പദ്ധതി റദ്ദാക്കണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനെ കഴിയുള്ളൂ. MOU ഒപ്പിട്ടതിന് ശേഷം അത് റദ്ദാക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് സാധിക്കുക. പിന്നെ ഒരുമിച്ച് ഇപ്പോൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി ആലോചിച്ചുകൊണ്ട് വേണമെങ്കിൽ ഈ പദ്ധതി ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അല്ലാത്ത പക്ഷം ഇത് റദ്ദാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് മാത്രമേ സാധിക്കുള്ളൂ. മാത്രമല്ല, എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി NEP ഞാൻ പഠിച്ചു, ഞാൻ കൃത്യമായി മനസ്സിലാക്കി, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞിട്ടുള്ള പൊതുവിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ട സമയത്ത് അതിനെ കൃത്യമായിട്ട് അതിനെ വിവരിക്കുകയൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ചെയ്തിട്ടുണ്ട്. പക്ഷേ CPI പോലെയുള്ള സംഘടനകൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇത്തരം പ്രസ്താവനകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവരെ നിലപാട് സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് സ്വീകരിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. മാത്രമല്ല, ഇന്ന് ഇളവ് സ്വീകരിക്കണം, ഇളവ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കത്തയക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തളവാണ് അത് വ്യക്തമാക്കേണ്ട സർക്കാർ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് CPIയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള, അത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള CPIയുടെ നിലപാട്, ആ നിലപാട് സംരക്ഷിച്ചു എന്ന് CPIക്ക് പറയണമല്ലോ. അതിനു വേണ്ടിയിട്ട് CPM ചെയ്തു കൊടുക്കുന്ന ഒരു വാർത്താ പ്രാധാന്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അല്ലാതെ ഒരു പദ്ധതിയിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് പിന്മാറാൻ വേണ്ടിയൊന്നും സാധിക്കില്ല. മാത്രമല്ല, ഈ പദ്ധതിയെ കുറിച്ചിട്ട് കൃത്യമായി മനസ്സിലാക്കി എന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതില് ABVPക്ക് ലെവലേശം സംശയമില്ല. കൃത്യമായിട്ട് ഈ പദ്ധതിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ABVP വിചാരിക്കുന്നത്.